الحمد لله الذي فضل أوقات رمضان على غيره من الأزمان وأنزل فيه القرآن هدى للناس وبينات من الهدى والفرقان وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. പ്രിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ നയിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാൻ അതിന്റെ പടിവാതിൽക്കൽ വന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ റമദാനിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഖുതുബയിൽ എൻ്റെ സുഹൃത്ത് കുറച്ചു കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗപ്രവേശനത്തിനുള്ള മുഴുവൻ സാഹചര്യങ്ങളും തുറന്നു തരുന്ന, സ്വർഗകവാടങ്ങൾ തുറക്കപ്പെടുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ അതിന്റെ കവാടങ്ങൾ പരിപൂർണമായി അല്ലാഹു തആല ബന്ധിക്കുന്ന മാസമാണ്. വലില്ലാഹി ഉതഖാഉ മിനന്നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ്. അതിന്റെ ആദ്യ രാത്രി മുതൽ അവസാന രാത്രി വരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം കൊടുക്കുന്ന മഹത്തായ മാസമാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് മണിക്കൂറുകൾ കഴിഞ്ഞ് റമദാനിന്റെ വിളംബരം വരുമ്പോൾ, അതിന്റെ മാസപ്പിറവി പ്രകടമാകുമ്പോൾ, വനാദാ മുനാദിൻ ഫിസ്സമാ, ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്ന മലായിക്കത്തുകൾ ഇങ്ങനെ പറയും, യാ ബാഇയൽ ഖൈർ അഖബിൽ, നന്മ ചെയ്യുന്നവരെ മുന്നോട്ട് വന്നാലും, വയാ ബാഇയൽ ശർറ അഖ്സിർ, തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ നിങ്ങൾ പുറകോട്ട് പോയാലും. അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗപ്രവേശനത്തിന് സാധ്യതകൾ തുറന്നു തരാൻ. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, വസലസലത്തി ശയാത്തീൻ, ശൈത്താന്മാരെ ബന്ധിപ്പിക്കുമെന്നാണ്.
മറ്റൊരു ഹദീസിൽ പറഞ്ഞു വസുഫിദത്തിൽ ജിന്നു, ജിന്നുവർഗത്തിലെ ആ ശൈത്താന്മാരെ അല്ലാഹു തആല ബന്ധനസ്ഥരാക്കുമെന്നാണ്. വേറെ ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു വമറദത്തിൽ ജിന്നു, ജിന്നുവർഗത്തിലെ പോക്കിരികളെയാണ് അല്ലാഹു തആല ബന്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി നമ്മുടെ മനസ്സുകളിലൊക്കെ കടന്നു വരും എല്ലാ ശൈത്താന്മാരും അല്ലാഹു തആല ബന്ധിപ്പിച്ചിട്ടും എന്നിട്ടും റമദാനിലും പാപങ്ങളിൽ വീഴുന്ന ആളുകളുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവരോട് ആ ജിന്നവർഗത്തിലെ പോക്കിരികളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തിൽ അവരെ ബന്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ്. വതഫത്തഹു ഫീഹി അബ്വാബസ് സമാ, ആകാശത്തിന്റെ കമാനങ്ങൾ അല്ലാഹു തുറന്നു തരുന്ന മാസമാണ്. അഥവാ അല്ലാഹുവിന്റെ റഹ്മത്ത് പേമാരി കണക്കെ പെയ്തിറങ്ങുന്ന മാസമാണ് വിശുദ്ധ റമദാൻ എന്നുള്ളതാണ്. ഇങ്ങനെ അതാക്കും റമദാനുൻ ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ മാസമായ റമദാൻ നിങ്ങളിലേക്ക് സമാഗതമായിരിക്കുന്നു എന്നുള്ളതാണ്. പുണ്യങ്ങളുടെ വസന്തോത്സവമായ ഒരു നന്മക്ക് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ അള്ളാഹു പ്രതിഫലം നൽകുന്ന മാസമാണ്. ഇന്ന് നമ്മൾ ഒരു ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരു ഹർഫ് പാരായണത്തിന് 10 നന്മയാണ്. ആ 10 നന്മ ഒരു ഹർഫിനല്ല ഖുർആനിന് ഇപ്പൊ തരുന്നുവെങ്കിൽ അതിന്റെയും 700 ഇരട്ടിയാണ് ഇൻഷാ അല്ലാഹ് റമദാന് സമാഗതമാകുമെന്ന് നമുക്ക് തരാനിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നിട്ട് അവിടെയും അല്ലാഹ് പറഞ്ഞു ഇല്ല സിയാം, നോമ്പൊഴികെ, അസ്സൗമു ലീ വ അന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നതെന്നല്ല. അഥവാ ആ നോമ്പിനെ 700 ഇരട്ടിക്കും മുകളിലാണ്. പിന്നെ അല്ലാഹ് പറഞ്ഞൊരു വാക്ക് എനിക്കുള്ളതാണ്. എന്തുകൊണ്ടാണ്? മറ്റുള്ള അമലു സ്വാലിഹാത്തുകൾ അല്ലാഹ്ക്കല്ലേ, നമസ്കാരവും സക്കാത്തും ഹജ്ജും എല്ലാം അല്ലാഹ്ക്കാണ്. പക്ഷെ എന്തുകൊണ്ടല്ല അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണെന്ന് പറയാൻ കാരണം? നോക്കി, ലോകത്തെ എല്ലാ പള്ളികളും അല്ലാഹുവിന്റെ വീടാണ്. പക്ഷെ ബൈത്തുല്ലാഹ്, അല്ലാഹുവിന്റെ വീട് എന്ന് പറഞ്ഞാൽ അത് കഅബയാണ്. കഅബയാണ്. പള്ളികളുടെ കൂട്ടത്തിൽ കഅബാലയത്തിന് പ്രത്യേകതയുള്ളതുപോലെ അല്ലാഹുവിലേക്ക് നിസ്ബയാക്കി അവനിലേക്ക് ചേർത്ത് പറഞ്ഞൊരു വിഷയമാണ് നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത്രയും പുണ്യങ്ങളെ നോക്ക്, അടിച്ചു വീശുന്ന കാറ്റ് പോലെ റസൂലുള്ളാഹി സ്വതക്ക ചെയ്ത മാസം, അതിന്റെ അവസാനത്തെ 10 രാവിനെ 1000 മാസങ്ങളെക്കാളും പുണ്യമുള്ള രാവ്. ഇങ്ങനെ നോക്കിയാൽ സകലമാന പുണ്യങ്ങളുടെ കേന്ദ്രമാണ്. ബദർ നടന്ന മാസമാണ്. അതുപോലെ ഒരു തുള്ളി രക്തച്ചൊരിച്ചിലില്ലാതെ മക്കം ഫത്ഹ് നടന്ന മാസമാണ് റമദാൻ. ഉഹദ് യുദ്ധത്തിന്, അതുപോലെ ഖന്തഖ് യുദ്ധത്തിന് സൈനിക നീക്കം നടന്നിട്ടുള്ള മാസമാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ഹുനൈൻ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടന്ന മാസവും റമദാൻ മാസമാണ്. മാത്രമല്ല സ്വഹീഹുൽ ജാമിഅ പോലെയുള്ള കിതാബുകൾ പരിശോധിക്കുമ്പോൾ കാണാം വിശുദ്ധ ഖുർആൻ എന്ന് മാത്രമല്ല അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള മുഴുവൻ വേദഗ്രന്ഥങ്ങളും അവതീർണമായ മാസമാണ് റമദാൻ. ഉൻസിലത് ഫീ ഇബ്രാഹിം ഫീ അവ്വലി ലൈല, അതിന്റെ ആദ്യ രാത്രിയിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു ഏടുകൾ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. 6 രാവുകൾക്ക് ശേഷമാണ് തൗറാത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അവതീർണമാകുന്നത്. അതിനുശേഷമാണ്, അതിന്റെ 10കൾക്ക് ശേഷമാണ് അവിടുന്ന് ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇൻജീൽ അവതീർണമാകുന്നത്. അവിടുന്ന് കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിയുമ്പോഴാണ് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സബൂർ അവതീർണമാകുന്നത്. അതിന്റെ അവസാന 10ലാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ നോക്ക്, മുഴുവൻ വേദഗ്രന്ഥങ്ങളും അവതീർണമായ മാസമാണ് റമദാൻ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അല്ലാഹു റമദാനിന് നൽകുമ്പോ ഒരൊറ്റ പോയിന്റ് കൂടെ ഓർത്തു വെച്ചാൽ മതി. നമുക്ക് യുദ്ധത്തിന്റെ രണഭൂമിയിൽ ഷഹീദാവാനുള്ള അവസരമില്ല. ഇന്ന് ചങ്ങരകുടത്തിന്റെ സാഹചര്യത്തിൽ നമുക്ക് ഷഹീദാവാനുള്ള അവസരമില്ല. ഉഹറവിയായ ശുഹദാക്കളാവാൻ പറ്റും. അഥവാ രണഭൂമിയിൽ പോരാടാതെ മറ്റു പല കാരണങ്ങളെ കൊണ്ട് ക്ഷമയോടെ മരിക്കുന്ന ആളുകൾക്ക് പരലോകത്തിന്റെ ശുഹദാക്കളുടെ പട്ടിക 16ഓളം വിഭാഗത്തിനെ മുത്തുനബി എണ്ണുന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഷഹീദിന്റെ ദറജക്ക് മേലെ പുണ്യം കിട്ടാൻ അല്ലാഹു തആല അവസരം തന്നു ഈ റമദാനിൽ. അതെങ്ങനെയാണെന്നറിയോ? പ്രവാചകന്റെ സഹാബ റസൂലുള്ളാഹിന്റെ മുമ്പിൽ അവർ കണ്ട സ്വപ്നവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട്. 2 ആളുകളിൽ ഒരാൾ യുദ്ധത്തിന്റെ രണഭൂമിയിൽ ഷഹീദാണ്. അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന വ്യക്തിയാവട്ടെ അദ്ദേഹം ഷഹീദിനെക്കാളും ആകാശഭൂമികളുടെ വ്യത്യാസത്തിൽ ഉയർച്ചയിൽ 1 വർഷം കഴിഞ്ഞ് സ്വമേധയാ കട്ടിൽ കിടന്ന് മരണപ്പെട്ട മനുഷ്യനാണ്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, ആ മനുഷ്യൻ ഷഹീദായ ശേഷവും ഈ മനുഷ്യൻ ജീവിച്ചു പോയത് 1 വർഷക്കാലം കൂടുതൽ ജീവിച്ചു പോയില്ലയോ സഹാബാ? അവര് പറയുന്നുണ്ട്, റസൂലേ തീർച്ചയായും അവര് ജീവിച്ചവനാണ്. അദറക റമദാൻ,
റമദാനിനെ ആ മനുഷ്യൻ എത്തിച്ചില്ലയോ? ബല, അതേ റസൂലേ, റമദാൻ എത്തിച്ചവനാണ് ആ മനുഷ്യൻ. വസ്വാമ, ആ റമദാനിലൂടെ അള്ളാഹ്ക്ക് വേണ്ടി നോമ്പെടുത്തവനല്ലയോ റസൂലേ? റസൂല് പറയാ, നോമ്പെടുത്തില്ലേ? നോമ്പെടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കേ, ഒരു റമദാൻ ജീവിച്ചു, ആ റമദാൻ നോമ്പെടുത്ത് നമസ്കാരമായി ഉപയോഗപ്പെടുത്തി. ആ ഉപയോഗപ്പെടുത്തിയത് കാരണത്താൽ അല്ല പറഞ്ഞു, ഷഹീദിന്റെ മുകളിൽ അല്ലാഹു തആല ദറജ കൊടുത്തു, ഫള് കൊടുത്തു എന്നാണ്. റസൂല് പറയാ, അതുകൊണ്ടാണ് ഷഹീദിനെക്കാളും ആകാശഭൂമികളുടെ വ്യത്യാസത്തിൽ സ്വമേധയാ കട്ടിലിൽ കിടന്ന മരിച്ച മനുഷ്യന് സൗഭാഗ്യം കിട്ടാനുള്ള കാരണമെന്നുള്ളതാണ്. അപ്പൊ അത്ര ശ്രേഷ്ഠത നേടിയെടുക്കാനുള്ള ഒരു അവസരമാണ് റമദാനിൽ റമദാൻ ജീവിച്ചിട്ട് പോലും അതുപയോഗപ്പെടുത്താത്ത ഹതഭാഗ്യവാന്മാർ, അതുകൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്തവർ നാശമടയട്ടെ എന്ന ജിബ്രീലിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ആമീൻ പറഞ്ഞു എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയൊക്കെ ഫള് റമദാനിൽ നൽകപ്പെടാനുള്ള കാരണം എന്താണ്? അവിടെയാ ഖുർആൻ പറഞ്ഞത്, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസമാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത്. അള്ളാന്റെ ഖുർആന് അവതീർണമായ അലംഘനീയമായ മാസമാണ് റമദാൻ. അത് വെറുമൊരു ഗ്രന്ഥമല്ല, ഹുദൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കുമുള്ള മാർഗദർശനമാണ്. വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സന്മാർഗം എന്താണെന്ന് വ്യക്തമാക്കി തരുന്ന സത്യാസത്യ വിവേചനത്തിന്റെ ഗ്രന്ഥമാണ് ഖുർആൻ. അങ്ങനെയുള്ള ഖുർആൻ അവതീർണമായ മാസമാണ് റമദാൻ എന്നിരിക്കെ അല്ലാഹു തആല പ്രത്യേകമായ ഒരു ഇബാദത്ത് നമ്മളോട് പഠിപ്പിച്ചു. അതാണ് ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. ആര് ഈ ഒരു മാസത്തിൽ ഹാജരുണ്ടോ അവൻ ഈ മാസം മുഴുവനായും അല്ലാഹ്ക്ക് വേണ്ടി നോമ്പെടുത്തു കൊള്ളട്ടെ എന്നാണ്. ഖുർആൻ ഇറങ്ങിയത് കാരണത്താൽ, നിങ്ങൾ നോക്ക്, ഖുർആൻ ഇറങ്ങിയത് തിങ്കളാഴ്ച ദിവസമാണ്. അതുകൊണ്ടാണ് സ്വഹീഹ് മുസ്ലിം 1172 നമ്പർ ഹദീസിൽ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന്നേ ദിവസം നിങ്ങൾ സുന്നത്ത് നോമ്പെടുക്കണമെന്നാണ്. സുഇലാൻ സൗമി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെടുമ്പോ അവിടെന്ന് പറയുന്നുണ്ട്, ഫീഹി വുലിതു, ഞാൻ ജനിച്ചതാ തിങ്കളാഴ്ചയാണ്. വബഉസ്തു, എന്ന പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. ഔൻസില അലയ്യൽ ഖുർആൻ, അതല്ലെങ്കിൽ എനിക്ക് ഖുർആൻ അവതീർണമായതും തിങ്കളാഴ്ചയാണ്. ഖുർആൻ ഇറങ്ങിയ ദിവസം സുന്നത്ത് നോമ്പ്, എല്ലാ ആഴ്ചയിലും സുന്നത്ത് നോമ്പാണ്. അത് എത്രത്തോളം അറിയും. ഇപ്പൊ ഷഅബാനിന്റെ പകുതിക്ക് ശേഷം അതിനു മുമ്പ് സുന്നത്തുകൾ എടുക്കാത്തവർക്ക് പ്രത്യേകമായിട്ട് എന്തില്ല, ഒരു സുന്നത്ത് നോമ്പ് ഇല്ല. ഷഅബാന്റെ പകുതിക്ക് ശേഷമില്ല. പക്ഷെ അവിടെ പോലും ഈ തിങ്കളാഴ്ചയുടെയും വ്യാഴാഴ്ചയുടെയും സുന്നത്തുകൾ എടുക്കാൻ നമുക്ക് അവകാശമുണ്ട് എന്നുള്ളതാണ്. അത്ര ശ്രേഷ്ഠത ഖുർആൻ ഇറങ്ങിയ ദിവസത്തിന് പറഞ്ഞു. ഇനി ഖുർആൻ ഇറങ്ങിയ മാസത്തിനോ അല്ലാഹ് പറയാൻ, ആ മാസം മുഴുവനായും അല്ലാഹ്ക്ക് വേണ്ടി നോമ്പെടുക്കട്ടെ. ആ ഖുർആൻ ഇറങ്ങിയ റമദാനിന്റെ ദിവസമായാലോ അതിന്റെ അവസാന പത്താകുമ്പോഴോ ആ രാത്രിക്ക് 1000 മാസങ്ങളെക്കാളും പുണ്യം തന്ന് അള്ളാന്റെ മലക്കുകൾ പേമാരി കണക്കെ പെയ്തിറങ്ങുന്ന ദിനമാണ് ലൈലത്തുൽ ഖദറിന്റെ മഹത്തായ രാവ്. ഈ മാസം മുഴുവൻ നോമ്പെടുക്കണം. നമ്മളൊക്കെ നോമ്പെടുക്കാൻ തയ്യാറായവരാണ്. ഇതിനു മുമ്പുള്ള വർഷങ്ങളിൽ നോമ്പെടുത്തവരാണ്. പക്ഷെ ഇസ്ലാം പറഞ്ഞ പോലൊരു നോമ്പ് എന്നിലൂടെ കടന്നു വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഈ ഖുത്ബ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്. അള്ളാഹു പറഞ്ഞതുപോലെ ഇൻഷാ അള്ളാഹ് അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ നോമ്പെടുക്കുന്ന ഒരു തീരുമാനം നമ്മൾ എടുക്കുക. നമ്മളൊക്കെ പറയില്ലേ സൗം, നോമ്പിന് അറബിയിൽ ഉപയോഗിക്കുന്ന പദമാണ് സൗം എന്ന് പറഞ്ഞാൽ. സൗം എന്ന് പറഞ്ഞാൽ സംയമനം, പരിവർത്തനം, ഒഴിവാക്കുക എന്നൊക്കെ വാക്കിന് അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളെയും ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് നോമ്പായിട്ട് മാറുള്ളൂ. അതുകൊണ്ടാണ് മറിയം ബീവിയുടെ നോമ്പ് അള്ളാന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നീ നദർതു ലിർറഹ്മാനി സൗമാ, പരമകാരുണികന് വേണ്ടി ഞാനിതാ ഒരു നോമ്പിനെ നേർച്ചയാക്കിയിരിക്കുകയാണ്. ആ മറിയം ബീവിയുടെ നോമ്പെന്താ, ഞാൻ ഇനി ആരോടും സംസാരിക്കില്ല. അപ്പൊ സംസാരം ഒഴിവാക്കലാണ് അവിടെ നോമ്പ്. നമുക്കറിയാം, ഭക്ഷണം കഴിക്കാൻ പാടില്ല നോമ്പുകാരനാണെങ്കിൽ, വെള്ളം കുടിക്കാൻ പാടില്ല നോമ്പുകാരനാണെങ്കിൽ, അങ്ങനെ നോമ്പുകാരൻ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നമുക്കറിയാം, പല കാര്യങ്ങളും അറിയാം. പക്ഷേ ആ നോമ്പായി അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മളൊരു മുത്തക്കിയാക്കി മാറ്റാനുള്ള സകലമായ ട്രെയിനിങ്ങും അന്ന് തന്നു.
യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കി തന്ന വിശ്വാസികളെ, പൂർവികർക്ക് നിശ്ചയിച്ചു കൊടുത്തതുപോലെ എന്തിനാണ് നോമ്പെന്നറിയുമോ? ലഅല്ലകും തത്തഖൂൻ, നിങ്ങളെ മുത്തഖികളായി മാറ്റാനാണ്. എങ്ങനെ മുത്തഖികളായി മാറ്റാൻ? ഒരു നാട്ടിൽ മുഴുവൻ തിന്മകൾ വ്യാപകമായിരിക്കും. ഒരു പക്ഷെ നമുക്കറിയാലോ, 2025 പിറന്നത് മുതൽ ഒരു സമാധാനവും നമ്മുടെ കാതുകൾക്ക് ഉണ്ടായിട്ടില്ല. കൊല്ലപ്പെട്ടവൻ അറിഞ്ഞുകൂടാ ഞാൻ എന്തിനു വേണ്ടി കൊല ചെയ്യപ്പെട്ടു എന്ന് അള്ളാന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന്റെ അലാമത്തായി പറഞ്ഞതാണ്. എന്നും നല്ല വാർത്തകളൊന്നും നമുക്ക് കേൾക്കാനില്ലാത്ത ദിനരാത്രങ്ങൾ ഇങ്ങനെ കടന്നു പോവാൻ, സമൂഹത്തിൽ തിന്മകൾ ഇങ്ങനെ കൊടികുത്തി വാഴാണ്. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിൽ പോലും നന്മയുടെ മാർഗത്തിൽ നിലകൊള്ളലാണ് തഖ്വ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, മുള്ളുള്ള വഴികളിൽ നടക്കുമ്പോ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചില്ലേ? ഉഷമ്മിസു അൻസാഖി, എന്റെ മുണ്ട് ഞാൻ ഇങ്ങനെ കയറ്റിപ്പിടിച്ച് ഓരോ മുള്ളും എന്റെ കാലിൽ തറക്കുമോ എന്ന പേടി കാരണം സൂക്ഷ്മതയിലാണ്. ഈ നാടിൽ എന്ത് തിന്മകൾ ഉണ്ടായിക്കോട്ടെ, അതെന്റെ ജീവിതത്തിൽ ബാധിക്കാത്ത രൂപത്തിൽ ഒരു തഖ്വയിലേക്ക് നമ്മളെ വാർത്തിയെടുക്കാനാണ് റമദാൻ. നോക്കേ, അള്ളാന്റെ ഖുർആൻ പറഞ്ഞ പോലെ തിന്മകൾ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു നാട്ടിൽ നിന്ന് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷിച്ചെടുത്തതുപോലെ, ആ തിന്മകളിൽ വ്യാപകമാവാതെ രക്ഷപ്പെട്ടതുപോലെ നമുക്കും ഇൻഷാ അല്ലാഹ് ഈ റമദാനിലെ തഖ്വ നേടിയെടുക്കണം. എങ്ങനെ? പ്രവാചകൻ പറഞ്ഞു, നോമ്പാകണമെങ്കിൽ മല്ലം യദഅ ഖൗല സൂരി വല്ലമല ബിഹി ഫലൈസ ലില്ലാഹി ഹദാ അയ്യദഅ തആമുഹു വശറാബുഹു. ഒരാൾ നോമ്പുകാരനായി കള്ളം പറയുന്നത് ഒഴിവാക്കുന്നില്ലെങ്കിൽ, കള്ളമായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ, ഫലൈസ ലില്ലാഹി ഹാജാ, അല്ലാഹു യാതൊരു ആവശ്യവുമില്ല. അയ്യദഅ തആമുഹു വശറാബുഹു, അവന്റെ ഭക്ഷണപാനീയം ഒഴിവാക്കുന്നത് കൊണ്ട് അല്ലാഹു യാതൊരു ആവശ്യവുമില്ല. നോമ്പുകാരനായിട്ട് ഒരാൾ കള്ളം പറഞ്ഞാൽ, നോമ്പുകാരനായിട്ട് ഒരാൾ കള്ളമായ പ്രവൃത്തി ചെയ്താൽ, നമ്മുടെ ഒരു പക്ഷെ കളവ് പറയാന്ന് പറഞ്ഞാൽ 3 ആളും 4 ആളും കൂടിയിരിക്കുമ്പോ മറ്റുള്ളവരൊന്ന് ചിരിക്കാൻ വേണ്ടി കളവ് പറയുന്ന ആൾക്കാരുണ്ട്. തമാശക്ക് വേണ്ടി ഏതെങ്കിലും നാട്ടിലൊരാളുടെ പേര് വെച്ചിട്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രമുഖരുടെ പേര് വെച്ച് തമാശ പറയുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവർ, അതില്ലാത്ത വിഷയമാണെങ്കിൽ നോമ്പതിന്റെ വഴിക്ക് പോകുന്നാൻ. മാത്രമല്ല, പ്രവാചകൻ പറയാ, മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി ആര് കളവ് പറയുന്നുവോ, വൈലുല്ല സുമ്മ വൈലുല്ല സുമ്മ വൈലുല്ല, അവന് നാശമാണ് നാശമാണ് നാശമാണ്. 3 വട്ടം ലോകത്തിന്റെ പ്രവാചകൻ റിപ്പീറ്റ് ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഗൗരവമുണ്ട്! കളവ് പറയാ ഒരാളെ ചിരിപ്പിക്കാൻ വേണ്ടി, നോമ്പതിന്റെ വഴിക്ക് പോകുന്നുള്ളതാണ്. ഇനി ആ കളവ് കച്ചവടത്തിലാണ് പറയണെങ്കിലോ, പടച്ചോൻ തിരിഞ്ഞു നോക്കും കൂടിയില്ല എന്ന്. എങ്ങനെ ഒരാൾ തന്റെ കച്ചവട ചരക്ക് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് കള്ളം പറഞ്ഞു വിറ്റാൽ അള്ളാഹുവിനെ തിരിഞ്ഞു നോക്കൂല. അതിന്റെ വേദനയൊക്കെ നമ്മൾ അറിയണമെങ്കിൽ ഒരു നീണ്ടകാലത്തെ പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നിട്ട് എയർപോർട്ടിൽ തന്നെ സ്വീകരിക്കാൻ ആളുമില്ല, അവിടുന്ന് ടാക്സി വിളിച്ച് വീട്ടിലേക്ക് വന്ന് വീടിന്റെ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ നമ്മൾ സമ്പാദിച്ച സ്വരുക്കൂട്ടി ഭാര്യക്കും മക്കൾക്കും എന്നൊക്കെ പറഞ്ഞ് നാട്ടിലെത്തിയിട്ട് സ്വന്തം ഭാര്യ ഒന്നും മിണ്ടാതെ വീട്ടിൽ തിരിച്ചു പോയാൽ നമ്മളുടെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ, നമസ്കാരമായി ഈ നോമ്പായി റമദാനിലെ തറാവീഹായി ഇബാദത്തുകളായി നാളെ അള്ളാന്റെ കോടതിയിൽ അങ്ങ് കടന്നു ചെല്ലുമ്പോ ലാ യുകല്ലിമുഹുമുല്ലാഹ്, അല്ലാഹ് അവരോട് സംസാരിക്കുന്നതല്ല, വലാ യുസക്കീഹിം, അല്ലാഹ് അവരെ സംസ്കരിക്കുന്നില്ല, വലാ യൻദുറു ഇലൈഹിം, കാരുണ്യത്തിന്റെ നോട്ടം പോലും അല്ലാഹ് നോക്കൂല. അല്ലാഹ് നമ്മളെ പരിഗണിക്കില്ല എന്ന്. അതുകൊണ്ട് കളവുണ്ടോ നോമ്പല്ല സ്വീകരിക്കില്ല. കള്ളമായ പ്രവർത്തനങ്ങൾ വന്നാൽ, ഏതെങ്കിലും ചതിയോ വഞ്ചനയോ അങ്ങനെ കള്ളമായ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ, നമ്മളുടെ കള്ളസാക്ഷ്യം പറയൽ, കാണാത്ത കാര്യം കണ്ടു എന്ന് പറയൽ, ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു പ്രവൃത്തി നമ്മളുടെ ജീവിതത്തിലൂടെ കടന്നു വന്നാൽ അല്ല പറയാം, അവന്റെ പട്ടിണി കിടന്ന് എനിക്ക് വേണ്ട, അവൻ ദാഹം അനുഭവിച്ചത് എനിക്ക് വേണ്ട, അവന്റെ ഒരു ഇബാദത്തും ഞാൻ സ്വീകരിക്കുന്നില്ല. വക്കം മിൻ സ്വാഇമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ അമൽ,
എത്രയോ നോമ്പുകാരെന്നറിയോ? അവരുടെ നോമ്പ് കൊണ്ട് ദാഹമുണ്ടായി എന്നല്ലാതെ മറ്റൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. വകം മിൻ ഖായിം, എത്രയോ നിന്ന് നമസ്കരിക്കുന്ന ആളുകളാണ്. ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹറു, അവരുടെ രാത്രി നമസ്കാരം കൊണ്ട് ഉറക്കം പോയി എന്നല്ലാതെ മറ്റൊന്നും അവർക്ക് ലഭ്യമല്ല. എന്തേ? നാവിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറയാണ്, അസ്സൗമു ജുന്നാ, നോമ്പെന്ന് പറഞ്ഞാൽ അതൊരു പരിചയാണ്. മാലം യഖ്റഖ്ഹാ, അതിനെ നിങ്ങൾ പൊട്ടിച്ചു തരിപ്പണമാക്കാതിരിക്കുന്നിടത്തോളം കാലം നോമ്പ് തകരും. എപ്പോ? അതിനെ നിങ്ങൾ പൊട്ടിച്ചാൽ. അതല്ലെങ്കിൽ നരകത്തിലേക്ക് വരാതിരിക്കാൻ നിങ്ങളെ തടുക്കുന്ന പരിചയാണ് നോമ്പ്. സഹാബത്ത് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നബിയെ നോമ്പെന്ന് പറയുന്ന പരിധ തകരുന്നത്? അവിടെന്ന് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ കള്ളം പറയുമ്പോ, അതല്ലെങ്കിൽ പരദൂഷണം പറയുമ്പോ. നമ്മളൊക്കെ പറയില്ല, ഒരാളിലുള്ള കാര്യം പറയാൻ പറ്റുമോ? ഒരാളിലുള്ള കാര്യം പറയാൻ പറ്റുമോ? ഇല്ലാത്തതാണെങ്കിൽ അത് കളവായില്ലേ? അപ്പൊ ഉള്ളത് പറയലാണ് പരദൂഷണം. ഉള്ളത് പറഞ്ഞാൽ പരദൂഷണമാണ്, ഇല്ലാത്തത് പറഞ്ഞാൽ കളവാൻ. അള്ളാന്റെ പള്ളിയിൽ കിടന്നുറങ്ങിയ ഒരാളെ സംബന്ധിച്ച് സഹാബത്ത് പറഞ്ഞു, വീട്ടിൽ കിടന്നുറങ്ങണ പോലെയാ. എവിടെ കിടന്നുറങ്ങണ? മുത്തറബി പറഞ്ഞ വാക്കെന്നറിയോ? നിങ്ങളുടെ തെറ്റയില്ല പാവപ്പെട്ട മനുഷ്യന്റെ രക്തവും മാംസവും ഉണ്ടെന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോർമൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക്. സാരല്ല, ഒരാളിലുള്ള കാര്യം പോലും നമ്മളൊന്ന് ആസ്വദിക്കാൻ പറഞ്ഞാൽ, അയാളോടൊരു ഗുണദോഷമില്ലാതെ പറഞ്ഞാൽ, പരസ്പരം അതിന് ടൈം പാസിന് വേണ്ടി പറഞ്ഞാൽ, നോമ്പിന്റെ വഴിക്ക് പോകുന്നാൽ തറാവീഹും കിട്ടൂല, നോമ്പും കിട്ടൂല, ആ ഇബാദത്ത് അല്ലാന്റെ അടുക്കൽ ഉണ്ടാവില്ല. അതുകൊണ്ട് നോമ്പ് കിട്ടണോ? പരദൂഷണം പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇബ്നത്ത സൗദാ, കറുമ്പിയുടെ മോനെ എന്ന ബിലാലിനോട് അബൂദർ വിളിക്കുമ്പോ, അള്ളാന്റെ മാർഗത്തിൽ എത്ര സ്വതക്ക ചെയ്ത സ്വഹാബിയ അബൂദർ റളിയല്ലാഹു അൻഹു. പക്ഷേ പരസ്പരമുള്ള ഒരു മനുഷ്യന്മാരല്ലേ. ഇടയിലുള്ള ഒരു പിണക്കത്തിൽ ബിലാലും തള്ളിയപ്പോ പറഞ്ഞു, കറുമ്പിയുടെ മോനെ. മുത്തുനബിയുടെ മുന്നിൽ പോയി ബിലാൽ പറഞ്ഞില്ല, റസൂലേ, ഈ അബൂദർ എന്നെ കറുമ്പിയുടെ മോനെ എന്ന് വിളിച്ചു. റസൂലേ, റസൂല് പറയാണ്, അബൂദറേ, നിന്റെ ഒരു ഇബാദത്തും ഇനി അല്ലാഹ്ക്ക് വേണ്ട. നിന്റെ ഒരു ഇബാദത്തും ഇനി അല്ലാഹ്ക്ക് വേണ്ട. ബിലാൽ പൊരുത്തപ്പെട്ടു തന്നാലല്ലാതെ വാരിപ്പുണർന്നില്ലേ അബൂബക്കറും അബൂദർ റളിയല്ലാഹു അൻഹും തമ്മില്. എത്ര നോമ്പ് കിട്ടുമെന്ന് ആലോചിക്കാൻ. എത്ര നോമ്പ് നമ്മളുടെ കയ്യിലുണ്ടാവും? നമ്മൾ പറയും പുറത്തൊന്നും പറഞ്ഞില്ലേലും. സഹോദരിമാരെ, ഭർത്താവിനോട് സാധാരണ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെനിക്ക് ചെയ്തെന്ന്. ഈ വാക്ക് ഞാൻ ഉപയോഗിച്ചത് എന്റെ പദമല്ല, മുത്തുനബിയുടെ വാക്ക്. സ്വഹീഹുൽ ബുഖാരി. കുഫ്റാണെന്ന് മുത്തുനബി പറഞ്ഞില്ല. നരകത്തിൽ കൂടുതൽ സ്ത്രീകളെ കണ്ടത് കുഫ്ർ കാരണമാണ്. അള്ളാഹനെ നിഷേധിച്ചിട്ടല്ല. യക്ഫുർന ബില്ലാഹ്, അവരല്ലാഹനെ നിഷേധിച്ചവരാണോ? അല്ല. യക്ഫുർനൽ അശീറ വൽ ഇഹ്സാൻ, ഭർത്താക്കന്മാരെ അവരുടെ നന്മകളെയും നിഷേധിച്ചവരാണ്. ലൗ കുന്ത ഇഹ്ദാഹുന്ന, നിങ്ങളിൽ ഒരാൾ ഒരു വർഷം മുഴുവനും നിങ്ങളുടെ ഇണക്ക് വേണ്ടി നന്മകൾ ചെയ്താലും ഒരു കുറവ് കാണുമ്പോ ചോദിക്കോലേ, അല്ലെങ്കിലും നിങ്ങൾ എന്താണ് എനിക്ക് ചെയ്തതെന്നത് എന്നാണ്. നരകത്തിലെ വരെ എത്തുന്ന പാതകമാ നോമ്പ്. അള്ളാന്റെ മാർഗത്തിൽ കിട്ടൂല. നോമ്പ് അല്ലാഹു കബൂൽ ചെയ്യില്ല. അത്ര കൺട്രോൾ ചെയ്യാൻ പുരുഷന്മാരെ, നമുക്ക് ഏറ്റവും ചൂടാവാൻ എളുപ്പം നമ്മുടെ വീട്ടില്. പുറത്ത് നമ്മളെ മാന്യന്മാരായിരിക്കും. കാരണം എന്താ അറിയാം, നമ്മുടെ വീട്ടിൽ നമ്മുടെ ചെലവിൽ കഴിയുന്നവരായിരിക്കും നമ്മളുടെ ഭാര്യമാർ. അവളോട് മോശപ്പെട്ടൊരു വാക്ക് പറഞ്ഞാൽ, ഇദാകാന യൗമി സൗമി അഹദിക്കും, നിങ്ങളൊരു ദിവസത്തിൽ നോമ്പുകാരനാണോ, ഫലാ യർഫസ് വലാ യസ്റബ്, ആരോടും അശ്ലീലമായൊരു പ്രയോഗം നിങ്ങൾ നടത്തല്ലേ, അസഭ്യ വർഷങ്ങളെ നടത്തല്ലേ, ചീത്ത പറയല്ലേ. ആരോടും നടത്താൻ പാടില്ല. നമ്മളൊക്കെ സാധാരണ എളുപ്പം പറയൂലേ, പലരും ഭാര്യമാരുടെ വാപ്പാക്ക് വിളിക്കുന്ന ആളുകളുണ്ട്. മുത്തറസൂൽ എണ്ണിയത് നരകത്തിലെത്തുന്ന കാര്യം എന്താ? മിനൽ കബായിർ. മിനൽ കബായിർ, മഹാപാപങ്ങളിൽപ്പെട്ടതാണ്. എന്താ മഹാപാപം എന്ന് പറഞ്ഞാൽ? നരകത്തിലേക്ക് എത്തുന്ന പാപങ്ങൾക്ക് പറയാ ശത്രുമുറച്ചുലു വാലിദേ, ഒരാൾ മാതാപിതാക്കളെ ചീത്ത വിളിക്കല്,
അപ്പൊ സ്വഹാബത്തിന് തന്നെ സംശയം, വഹൽ യസ്തമുറജുൽ വാലിദ്, ഒരാളെ സ്വന്തം മാതാപിതാക്കളെ ചീത്ത വിളിക്കില്ല. യസുബ് അബാഹോ യസുബ് അബ, മറ്റൊരുത്തന്റെ വാപ്പാക്ക് ചീത്ത വിളിക്കുക, മറ്റൊരാളുടെ ഉമ്മാക്ക് ചീത്ത വിളിക്കുക. അത് ഭാര്യനെ വിളിക്കൽ എളുപ്പമുള്ള ആൾക്കാരുണ്ട്. അള്ളാഹിനോട് പൊറുക്കലിനെ തേടിക്കോളിച്ചോ. അവരോട് മാപ്പ് ചോദിച്ചിട്ടല്ലാതെ അള്ള പോലും നിങ്ങൾക്ക് പൊറിച്ചു തരൂല. നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇത് എളുപ്പമുള്ള കളിയാണ്, എളുപ്പമുള്ള കളിയാണ്. ഒരു പക്ഷെ അള്ളാന്റെ അടുക്കൽ മഅഫറത്തിന് അവരും അവരുടെ ബാപ്പയും പൊറുച്ചു തന്നാലല്ലാതെ അള്ളാന്റെ അടുക്കൽ നിങ്ങളെ വേർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പറയാൻ എളുപ്പമാണ്, നാവുകൊണ്ട് ദേഷ്യവും കോപമൊക്കെ വരും. അതുകൊണ്ടാണ് അതിനെ കൺട്രോൾ ചെയ്തോ. നോമ്പ് നല്ല പരിശീലനം നിങ്ങൾക്ക് തരികയാണ്. കുടുംബത്തിലരുത്, മക്കളോടരുത്, സംസ്കാരമുള്ള മക്കൾ വേണോ, അവരോട് മോശപ്പെട്ടൊരു പദം അവരുടെ മുന്നിൽ ഉപയോഗിക്കുന്ന മാതാപിതാക്കളായിട്ട് നമ്മൾ മാറരുത്. അപ്പോ അങ്ങനെ നാവിനെ കൺട്രോൾ ചെയ്ത് ആരോടും മോശപ്പെട്ടൊരു വാക്കില്ല. ഒരാളിങ്ങോട്ട് ചീത്ത വിളിച്ചാൽ, അതല്ല ഒരാളിങ്ങോട്ട് ശണ്ട കൂടാൻ വന്നാൽ, ഞാനൊരു നോമ്പുകാരനാണ് എന്ന് മിനിമം 2 പ്രാവശ്യമെങ്കിലും അവൻ പ്രതികരിക്കണമെന്നാണ്. ഒരാൾ ഇങ്ങോട്ട് ചീത്ത വിളിച്ചു, ഇങ്ങോട്ട് ശണ്ട കൂടാൻ വന്നു, അവനോട് കലഹിക്കാനല്ല, മാന്യമായി പറഞ്ഞൊഴിഞ്ഞു മാറാൻ, ഞാനൊരു നോമ്പുകാരനാണ്, ഞാനൊരു നോമ്പുകാരനാണ് എന്ന് മാന്യമായി പറഞ്ഞ മനുഷ്യരിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു പ്രയാസം നിങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ വന്നാൽ നോമ്പിന്റെ ലക്ഷ്യമാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളല്ല മുത്തക്കികളാക്കി മാറ്റുന്ന. എങ്ങനെ തക്കവുണ്ടാവുക? എന്തേ നമ്മുടെ റമദാന്റെ പകല് ഭക്ഷണം കഴിക്കാത്ത, വെള്ളം കുടിക്കാത്ത? നമ്മളുടെ വീട്ടിൽ ഭക്ഷണമല്ലേ, വെള്ളമല്ലേ, നമ്മൾ അധ്വാനിച്ചതല്ലേ, എന്നിട്ട് നമ്മൾ കഴിച്ചില്ല. എന്തേ? അല്ല പറഞ്ഞു കഴിക്കണ്ടെന്ന്. കുടിച്ചില്ല, അല്ല പറഞ്ഞു കുടിക്കണ്ടെന്ന്. അങ്ങനെ 1 മാസക്കാലം ശീലിച്ച മനുഷ്യൻ എങ്ങനെയാ റമദാൻ കഴിഞ്ഞ മറ്റൊരാളുടെ മുതലിനോട് അത്യാഗ്രഹം ഉണ്ടാവുക? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ തഖ്വയുള്ളവരാക്കാന്. റമദാനിൽ 1 മാസം നാവിനെ കൺട്രോൾ ചെയ്തു. കളവ് പറഞ്ഞില്ല, ഏഷണി പറഞ്ഞില്ല, ചതിയില്ല, വഞ്ചനയില്ല. ഇങ്ങോട്ട് ചീത്ത വിളിച്ചവനോട് പോലും ക്ഷമയുടെ അടിത്തട്ട് കാണേണ്ടി വന്നാലും ഞാനൊരു നോമ്പുകാരനാന്ന് പറഞ്ഞ് ശീലിച്ചു. അങ്ങനെ ശീലിച്ച മനുഷ്യൻ എങ്ങനെയാ റമദാൻ കഴിഞ്ഞ കവലയിൽ പ്രശ്നം ഉണ്ടാക്കുന്നവനായിട്ട് മാറുക? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ മുത്തക്കികളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. റമദാനിന്റെ പകലിൽ തന്റെ ഇണയോട് താല്പര്യം തോന്നിയാലും വിട്ടുനിൽക്കുന്ന മനുഷ്യൻ, ആ നിയമത്തെ നിങ്ങൾ ലംഘിച്ചാൽ 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണമെന്ന് ഇസ്ലാം. കണ്ടോ? ആരെങ്കിലും നോമ്പുകാരനായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം. ഒരു 56 ദിവസം നോമ്പെടുത്തിട്ട് 1 ദിവസം വിട്ടാൽ വീണ്ടും ഒന്നിനും തുടങ്ങണം. എന്തുകൊണ്ടാണ്? അത്രയും നിങ്ങളെ കാർക്കശ്യമായ പരിശീലനം തന്നത് ലഅല്ലക്കും തത്തഖൂൻ. അങ്ങനത്തെ മനുഷ്യനെങ്ങനെയാ സിന പോലുള്ള, വ്യഭിചാരം പോലെയുള്ള മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽ അവനെ കാണാ? ലഅല്ലക്കും തത്തഖൂൻ. മക്കളെ കൊണ്ട് നോമ്പെടുപ്പിക്കാറില്ല നമ്മൾ? ഈ ഒരു അർത്ഥത്തിൽ അവരെ പഠിപ്പിച്ച് നോക്ക്. ഏത് ലഹരി കൊടികുത്തി വാഴുമ്പോഴും അള്ള വിരോധിച്ചൊരു സാധനം എനിക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള തഖ്വ, എന്റെ വീട്ടിലെ ഹലാലായ വെള്ളം അള്ള ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞ സമയങ്ങളിൽ മാറ്റി നിർത്തി പരിശീലിപ്പിച്ച മോൻ, അങ്ങനെ കൈപിടിച്ച് 7 വയസ്സ് മുതൽ നിർദ്ദേശം കൊടുത്ത് 10 വയസ്സാവുമ്പോ കാർക്കശ്യബോധത്തോടെ നോമ്പെടുപ്പിച്ച വാപ്പ, ഒരു പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് കയറി ഇറങ്ങേണ്ട. എന്റെ മകനെ ജാമ്യത്തിൽ കിട്ടാൻ, അതിന്റെ അളവ് കുറക്കാൻ, ആ തർബിയത്തിലൂടെ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങളിൽ തഖ്വയുണ്ടാക്കാനാണ് ഈ റമദാനിലെ നോമ്പെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചിട്ടയിൽ നോമ്പെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇതിന്റെ ത്യാഗങ്ങളൊന്നും പാഴ്വേലയാവില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തെന്നറിയോ? നമ്മളുടെ ജീവിതം ശുദ്ധമാണ്. ഭൗതികമായി പോലും നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിലുപരി അള്ളാന്റെ അടുക്കൽ വരുമ്പോ ഈ രീതിയിൽ നോമ്പെടുക്കുക. അത്താഴം കഴിക്കാൻ അള്ള പറഞ്ഞ സമയത്ത് അത്താഴം കഴിക്കുക, നോമ്പ് തുറക്കാനുള്ള പറഞ്ഞ സമയങ്ങളിലൂടെ നോമ്പ് തുറക്കുക. അതിന്റെ വിധിവിലക്കുകൾ പാലിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ സാമ റമദാന ഈമാനം വഹ്തിസാബാ, നല്ല ഈമാനോടെ, തൗഹീദിൽ അടിയുറച്ച ഈമാനോടെ,
ഷിർക്കിന്റെ കണിക ജീവിതത്തിലുണ്ടോ? അല്ലാഹു അല്ലാത്തവരോട് ആരാധിക്കുന്നവരുണ്ടോ? അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരുണ്ടോ? സത്യം ചെയ്യുന്നവരുണ്ടോ? നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നവരുണ്ടോ? എന്തിന് ഷിർക്കിന്റെ ചരടുകൾ കൊണ്ടുവന്ന് കൈകളിലൂടെ ബന്ധിപ്പിച്ചു വെക്കുന്ന ആളുകളുണ്ടോ? ആ പട്ടിണി പാഴ്വേല മാത്രമാണ്. ഷിർക്കില്ലാത്ത നോമ്പുണ്ടോ നിങ്ങൾക്ക്? അള്ളാന്റെ മാത്രം പ്രതിഫലം ആഗ്രഹിക്കുന്ന നോമ്പുണ്ടോ? അള്ളാന്റെ മുത്തനബി പറയാണ്, അവന്റെ കഴിഞ്ഞുപോയ അവന്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പൊറുച്ചു കൊടുത്തു എന്നാണ്. അവന് പൊറുക്കപ്പെട്ടു എന്നാണ്. മലയാളത്തിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പൊറുക്കപ്പെടും. ആ വാക്ക് പാസ്റ്റ് ടെൻസ് ആണ്. എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്നതിന്, ഫ്യൂച്ചറിന് പാസ്റ്റ് ടെൻസ് അറബി ഭാഷയിൽ എവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ അതിന്റെ അർത്ഥം 100% ഗ്യാരണ്ടി ഉള്ളിടത്ത് മാത്രമാണ് ആ പ്രയോഗം നടത്തുക. അപ്പൊ അത്ര ഗ്യാരണ്ടിയാണ് റമദാൻ കൊണ്ട് പാപം പൊറിച്ചു കിട്ടുന്ന. ഇനി നമുക്ക് എന്താ വേണ്ടത്? സ്വർഗം വേണ്ടേ? ഇന്ന ഫിൽ ജന്നതി ബാബാ യുഖാലു ലഹു റയ്യാൻ. സ്വർഗത്തിലെ റയ്യാൻ എന്ന കവാടമുണ്ട്. നോമ്പുകാർക്ക് മാത്രമാണ് അന്ന് വിളിക്കപ്പെടുന്നുണ്ട്. എവിടെയാണ് നോമ്പുകാർ? സ്വർഗണ്ട്. സ്വർഗത്തിൽ പ്രത്യേക കവാടമുണ്ട്. നരകമോചനമില്ല. മാമിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബഅദല്ലാഹു ബിദാലികൽ യൗമ അനിൻ നാരി 70 ഖരീഫാ. ഒരു ദിവസത്തെ നോമ്പുകൊണ്ട് നരകത്തിൽ നിന്ന് 70 വർഷത്തെ സഞ്ചാര ദൂരം അള്ളാഹു നരകത്തിന് ഒറ്റ നോമ്പുകൊണ്ട് അകറ്റുന്നുള്ളതാണ്. സ്വർഗപ്രവേശനം, നരകമോചനം, പാപമോചനം. ഇനിയോ നാളെ സ്വർഗത്തിൽ എത്തിയതിനേക്കാളും വലുത് അള്ളാഹിനെ കണ്ടുമുട്ടാൻ. അൽ ഖലൂഫ് ഫമുസ്സാഇമി അത്യബുൻ ഇൻദല്ലാഹി മിൻ ദീഹിൽ മിസ്ക്. നോമ്പുകാരുടെ വായുടെ പകർച്ച, ഭക്ഷണം കഴിക്കാത്ത പകർച്ച അള്ളാന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധം. അതിനുമുപരി നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം പറഞ്ഞ് റസൂലുള്ള പറയാ, സ്വർഗത്തിലെ എല്ലാ അനുഭൂതികളും കിട്ടുമ്പോൾ അള്ളാഹ് ചോദിക്കും, ഇനി എന്തെങ്കിലും വേണോ? ഇതിന് മുകളിലുണ്ടോ റബ്ബേന? അള്ളാഹു അവർക്കും റബ്ബിനും ഇടയിലുള്ള മറ നീക്കപ്പെടുന്നതാണ്. അള്ളാഹിനെ കാണാ. ഈ നോമ്പ് കാരണം അള്ളാഹാനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്. ശരിക്കും കാണുമോ നബിയേ? 14 രാവിന്റെ പൂർണ്ണരാവില്, കാർമേഘങ്ങളുടെ തടസ്സമില്ലാത്ത രാവില് എങ്ങനെ പൂർണ്ണചന്ദ്രനെ നിങ്ങൾ കാണുന്നുവോ അതിനേക്കാൾ മനോഹരമായി അള്ളാനെ കാണാം. നോമ്പുകാരന് കിട്ടണ ഈ ലക്ഷ്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഈ റമദാനിലെ നോമ്പ് നമ്മൾ നോറ്റുകൂട്ടാൻ ആ ഒരു നിയ്യത്തോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ ഇറങ്ങി വരിക. നോമ്പിനെ തടസ്സം വരുത്തുന്ന ഒരു പ്രവർത്തനങ്ങളും എൻ്റെ ഭാഗത്തു നിന്നില്ല എന്ന് ഉറപ്പുവരുത്തി നമ്മൾ നോക്ക്. രാവിലെ മുതൽ ഒന്നും പറയാതെ മുന്നോട്ട് പോയിട്ടും മഗ്‌രിബിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ നല്ല ബാങ്ക് തന്നെ, അതിനുവേണ്ടി ഇന്നലെ വരെ കൊടുത്ത് കേൾക്കാൻ തന്നെ ഒരു സുഖമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ തീരും നമ്മുടെ നോമ്പിന്റെ ഫളൽ. ഞാൻ ഇതിൽ പറയാൻ എനിക്ക് ലളിതമാക്കാൻ അറിയില്ല. അത്രയും നിങ്ങളോട് പറഞ്ഞു തരാൻ, അതായത് അത്രയും നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്താലല്ലാതെ നോമ്പ് നമുക്ക് കിട്ടൂല. അതുകൊണ്ട് നോമ്പിന്റെ ഫളലുണ്ട്. സ്വർഗത്തിലെത്തി അള്ളാഹിനെ കണ്ടുമുട്ടാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഈ റമദാന്റെ വിധിവിലക്കുകളിൽ പ്രത്യേകമായൊരു സുന്നത്ത് നമ്മളൊക്കെ കടന്നു പോകുന്നൊരു സംഭവം അതിൻ്റെ അത്താഴമാണ്. തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക്ക. നിങ്ങൾ അത്താഴം കഴിക്കണം. അത്താഴത്തിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട്, മിസ് ചെയ്യാൻ പാടില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, റസൂലുള്ളാഹിന്റെ കൂടെ അത്താഴം കഴിച്ചാൽ 50 ആയത്ത് ഖുർആൻ ഓതാനുള്ള സമയം, അഥവാ ആ ടൈമിലാണ് നമ്മൾ അത്താഴം കഴിക്കേണ്ടത്. അത്താഴം കഴിക്കുക, ഒരു 50 ആയത്ത് ഖുർആൻ ഓതുമ്പോഴേക്കും ഫജ്റിന്റെ ബാങ്ക് വരുന്ന രൂപത്തിൽ. അതോടൊപ്പം തന്നെ ആ സമയങ്ങളൊക്കെ ദുആഇന് പ്രത്യേക ഫളലുള്ള, അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ് രാത്രിയുടെ 1/3. ചോദിച്ചോ അല്ലാഹു ഉത്തരം നൽകും. പൊറുക്കലിനെ തേടിയാൽ അല്ലാഹു പൊറുച്ചു തരും. അല്ലാഹു പ്രാർത്ഥനകൾക്ക് ഇജാബത്ത് നൽകും. അതുകൊണ്ട് ചോദിക്കാൻ നമ്മൾ മറക്കരുത്. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയം, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണമെന്നാൽ ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്റൽ ഫിത്ര. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുമ്പോഴെല്ലാം
മനുഷ്യൻ നന്മയിൽ ആയിക്കൊണ്ടേയിരിക്കുകയാണെന്നാണ്. ഞാനിത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, ഇപ്പം റമദാൻ വന്നാൽ ആളുകളല്ലാത്തപ്പോഴൊന്നും മൈൻഡ് ചെയ്യാറില്ല. മഗ്‌രിബ് ബാങ്ക് കുറച്ചൊരു പ്രയാസം. നമ്മൾ പറയും ആ പള്ളിയിൽ കുറച്ച് നേരത്തെ ബാങ്ക് കൊടുക്കാൻ. ഇപ്പോൾ സലഫി പള്ളിയിൽ ആളുകളുടെ നോമ്പൊക്കെ ഫിത്തനയാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ബാങ്ക് കൊടുച്ചു എന്നൊക്കെ പറയും. എല്ലാവരുടെ കയ്യിൽ ഇന്ന് ആൻഡ്രോയിഡ് ഫോണുള്ള കാലം. ചങ്ങരംകുളത്ത് എപ്പോഴാണ് മഗ്‌രിബ് ബാങ്ക് എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. ചില ആളുകൾ എന്ത് ചെയ്തു, സൂക്ഷ്മതയുടെ പേര് പറഞ്ഞ് 65 കൊല്ലം മുമ്പ് ഒരു തങ്ങൾ കൊണ്ടുവന്നൊരു നിയമമാണെന്ത്, മഗ്‌രിബ് ബാങ്ക് വൈകി കൊടുക്കാം, സുബഹി ബാങ്ക് നേരത്തെ കൊടുക്കുക എന്നുള്ളതാണ്. അതിന്റെ അപകടം എന്തെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളോട് നമ്മൾ ധിക്കാരം പ്രവർത്തിക്കാൻ. ഒന്ന്, സുബഹി ബാങ്ക് നേരത്തെ കൊടുത്ത റമദാനിൽ ഉമ്മാരൊക്കെ അത്താഴം കഴിച്ച് ഓതോടുത്തിരിക്കുന്നുണ്ടാവും. അവര് പെട്ടെന്ന് തന്നെ നിസ്കരിക്കുമ്പോൾ സമയാവുന്നതിന് മുമ്പ് അവരെ നിസ്കരിപ്പിക്കുന്ന അവസ്ഥയ്ക്ക് എത്തും. മഗ്‌രിബിന്റെ വിഷയത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, റസൂലുള്ളാഹി ഒട്ടകപ്പുറത്തിരുന്ന് നോമ്പ് തുറക്കാനുള്ളത് എടുക്കുന്നു പറഞ്ഞപ്പോൾ സഹാബത്ത് പറഞ്ഞ അസ്തമന ശോഭ ഒന്നുകൂടെ പ്രകടമായിക്കോട്ടെ റസൂലിൻ. അള്ളാന്റെ ഹബീബ് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോൾ ദേഷ്യം കൊണ്ട് റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, സമയമായാൽ ഉടനെ നോമ്പ് തുറക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മൾ ധൃതി കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും ഇപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കണ നേരത്ത് ഇനിയിപ്പോൾ ഞാനായിട്ടൊരു ഫിത്തന ഉണ്ടാക്കണ്ട, ഇനി മറ്റേ പള്ളിയിൽ നിന്നും കൂടെ ബാങ്ക് വന്നോട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാനല്ല, സമയമായോ ഉടനെ നോമ്പ് തുറക്കാനുള്ള ഒരു ശ്രമം നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഒപ്പം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളുടെ ദുആഇന് അള്ളാഹു ഉത്തരം നൽകുന്ന 2 സബബുകൾ ഒന്നിച്ചു ചേരുന്ന സമയമാണ് നോമ്പ് തുറക്കുന്ന സമയം. അതിലൊന്ന് സൽക്കർമ്മങ്ങളുടെ പര്യാവസാനം അള്ളാഹ് ഇജാബത്ത് നൽകുമെന്നുള്ളതാണ്, നോമ്പിന്റെ അവസാനം. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹബീബിന്റെ ഹദീസിൽ കാണാം ഹീന യുഫ്തിർ, നോമ്പ് തുറക്കുന്ന സമയത്ത്. മറ്റൊരു ഹദീസിൽ കാണാം ഇൻദ ഫിത്രിഹി, അവന്റെ നോമ്പ് തുറപ്പിക്കുന്ന ആ സമയത്ത്. ഇങ്ങനെ 2 ഹദീസുകളിൽ വന്നു. ഷെയ്ഖ് സാലിഹുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ആ ഹദീസിനെ ശറഹ് ചെയ്ത് അദ്ദേഹം പറയുന്നത്, നോമ്പ് തുറക്കുന്ന അസ്തമനത്തിന്റെ തൊട്ടു മുമ്പുള്ള സമയമാണ്. ആ സമയത്ത് നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അല്പസമയല്ലേ, അത് ഇജാബത്തിനുള്ള ഉത്തരം കിട്ടാനുള്ള സമയം. അപ്പൊ നോമ്പ് തുറക്കാനുള്ളത് റെഡിയാക്കുക, ധൃതിയായി കാത്തിരിക്കുക. ആ ബാങ്ക് വരെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ബാങ്കിന് ഇജാബത്ത് നൽകാൻ മറക്കാതിരിക്കുക. പലപ്പോഴും നമ്മൾ മഗ്‌രിബ് നോമ്പ് തുറക്കണ ധൃതിയിലായിരിക്കും, ആരും ഇജാബത്ത് കൊടുക്കൂല. സൽക്കർമ്മങ്ങളുടെ മാസാൻ, വിട്ടുവീഴ്ച അരുത്. റസൂലിന്റെ ഷഫാഅത്ത് കിട്ടുന്നതാണ് ബാങ്കിന് ഇജാബത്ത് കൊടുത്ത് പൂർണ്ണമായ പ്രാർത്ഥനയോടെ നമ്മളത് അവസാനിപ്പിക്കുമ്പോൾ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത്തരം കാര്യങ്ങളിലൊക്കെ പൂർണ്ണമായ ഒരു ശ്രദ്ധ നമ്മളുടെ ജീവിതത്തിൽ അമലു സാലിഹാത്തുകളുടെ വിഷയങ്ങളിൽ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നാമേവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നമ്മളുടെ ഒരു സഹോദരൻ വിദേശത്തുനിന്ന് മരണപ്പെട്ട് അള്ളാഹിന്റെ വിളിക്ക് ഉത്തരം നൽകി ഇന്ന് അദ്ദേഹം മറവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഅഫറത്തും മർഹമത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പല ആളുകളും രോഗത്തിന്റെ അവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ്. നമ്മുടെ പ്രബോധകരുടെ മാതാക്കളടക്കം, നമ്മൾ അറിയുന്ന പല ഉമ്മമാരടക്കം ഇന്ന് ഹോസ്പിറ്റലിലാണ്. അള്ളാഹുവെ ഖൈർ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, ശിഫാഅത്തിൽ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും ആഫിയത്തോടുകൂടെ ഈ റമദാനിൽ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في جميع بلادنا. اللهم ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد.